ഹലോ ഗൈസ്, രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മഷ്റൂം കൊണ്ടുള്ള പുതിയ ഐറ്റമാണ് സാലഡ്, മഷ്റൂം സാലഡ്. എല്ലാവരും കുറേ പേരൊക്കെ കഴിച്ചിട്ടുണ്ടാവും, ചിലർ അറിയത്ത പോലും ഉണ്ടാവില്ല. മഷ്റൂം കൊണ്ട് നമുക്ക് മസാലക്കറികളും ഇറച്ചിക്കറി പോലെയൊക്കെ വയ്ക്കാനായിട്ടാണ് അധികം പേർക്ക് അറിയുന്നത്. അപ്പം നമുക്കൊരു സാലഡ് ഒന്ന് പരിചയപ്പെടാം. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? എല്ലാ തരം സാലഡിലുള്ള വെജിറ്റബിൾസും എടുക്കാം നമുക്ക് കേട്ടോ. ഞാനൊരു 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് കുക്കമ്പർ, ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ടൊമാറ്റോ, ഇത്ര ഐറ്റംസാണ്. ഇതെല്ലാം നമ്മൾ ഒലിവ് ഓയിലിൽ ഒന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് വാട്ടിയെടുക്കണം. അതായത് ഒലിവ് ഓയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് ധാരാളം ഉള്ളതാണ്. അതുകൊണ്ട് ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവർക്കും മറ്റ് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനൊരു അര സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ഈ മഷ്റൂം ഫ്രൈ പാനിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചാലേ ചെറുതായിട്ടൊന്ന് വേവാൻ സമയം കൊണ്ട് 5-8 മിനിറ്റ് വരെ സമയം കൊണ്ട് വെന്ത് കിട്ടും. കുരുമുളക് പൊടി, ഉപ്പ് പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതുപോലെ തന്നെ എല്ലാ വെജിറ്റബിൾസും ഞാനിപ്പോൾ കുമ്പളങ്ങയാണ് ഞാനിപ്പോൾ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള കുമ്പളങ്ങയാണ് വഴറ്റിയെടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ക്യാപ്സിക്കം കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇതുപോലെയൊക്കെ തന്നെ ക്യാപ്സിക്കം വഴറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ക്യാരറ്റ് ആൻഡ് ക്യാബേജ് രണ്ടും ഒരേ വേവാണ്. അപ്പം ഞാൻ അതിലൊരു അര സ്പൂൺ എണ്ണ ഒഴിച്ച് കുറച്ച് ഉപ്പിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് മറ്റ് കുരുമുളകൊക്കെ ചേർക്കും. ഇത് തക്കാളിയും മറ്റേ സാലഡ് കുക്കമ്പറാണ്. അത് രണ്ടും ഒരേ വേവാണ്, അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് വയ്ക്കാം. ഇത് കുറച്ചും കസ്തൂരി വെണ്ടയാണ്. അത് 2 എണ്ണം ഉണ്ടായതുകൊണ്ട് ഞാൻ അതും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് നമ്മൾ ജിർജിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഫാണ്, ജിർജിർ. അത് നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലാണ്, നമ്മളെ കേരളത്തിൽ അധികം പതിവില്ല. എന്നിരുന്നാലും സാലഡിന് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കഴിഞ്ഞു. നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ആ ഫ്ലേവർ എല്ലാം ഒന്നായി ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയെല്ലാം മല്ലിയിൽ അരിഞ്ഞിട്ട് നമ്മുടെ സാലഡ് റെഡി ആയിരിക്കണം. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് കറിയായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. ഇത് ഞാൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആകാനായിട്ട് ഞാനൊരു എഗ്ഗ് പുഴുങ്ങി അതും കൂടെ ഇതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.